ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 17. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, പിതാവേ, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരെല്ലാവരും ഒന്നായി തീരാൻ വേണ്ടി, പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നത് പോലെ അവരും തമ്മിൽ ആയിരിക്കേണ്ടതിനും, അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായി തീരേണ്ടതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായി ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവിടുന്ന് എന്നിലും ആയിരിക്കുന്നു. അങ്ങനെ അങ്ങനെ അയച്ചുവെന്ന് അങ്ങനെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെ സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയട്ടെ. പിതാവേ, ലോകസ്ഥാപനത്തിനു മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങെനിക്ക് മഹത്വം നൽകി. അങ്ങെനിക്ക് നൽകിയവരും അത് കാണുവാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടി അവരും ആയിരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിഞ്ഞിരിക്കുന്നു. എന്നെ അവിടുന്നാണ് അയച്ചത് എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ നാമം അവരെ ഞാൻ അറിയിച്ചു. അവിടുന്ന് എനിക്ക് നൽകിയ സ്നേഹം അവരിൽ ഉണ്ടായിരിക്കേണ്ടതിനും ഞാൻ അവരിൽ ആയിരിക്കേണ്ടതിനുമായി ഞാൻ ഇനിയും അത് അറിയിക്കും. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ പിതാവുമായുള്ള ഗാഢബന്ധത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. പുത്രനായ ദൈവം പിതാവുമായി വലിയ ആത്മബന്ധമുണ്ടായി. ആ ബന്ധത്തിന്റെ ആഴവും അർത്ഥവും എന്തെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഏറ്റവും മനോഹരമായി വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും ആത്മബന്ധത്തിന്റെയും അടയാളമായി പുത്രൻ പിതാവിനോട് ചേർന്ന് ജീവിക്കുകയും നിലകൊള്ളുകയും ചെയ്തു. പിതാവിന്റെ ഇഷ്ടം പരിപൂർണമായ വിധേയത്തോടുകൂടി നിറവേറ്റുന്ന പുത്രന്റെ സ്നേഹം ഭൂമിയെ അത്ഭുതപ്പെടുത്തുന്ന ആത്മീയതയാണ്. ഇന്നേ ദിവസം യേശു ശിഷ്യന്മാർക്ക് വേണ്ടിയും ശിഷ്യന്മാരുടെ വചനം കേട്ട് വിശ്വസിക്കാൻ പോകുന്ന സകലർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ ഐക്യത്തിന്റെ അടയാളവും സ്നേഹത്തിന്റെ പൂർണ്ണതയുമുണ്ട്. പിതാവേ, നാം ഒന്നായിരിക്കുന്നതിന് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രാർത്ഥന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കൃപാവരം, പിതാവ് പുത്രനെ സ്നേഹിച്ചതുപോലെ അതേ സ്നേഹത്തിന്റെ പൂർണ്ണത നാം അനുഭവിക്കേണ്ടതിനാണ് ക്രിസ്തു പ്രാർത്ഥിക്കുക. ക്രിസ്തു ശിഷ്യത്വം സ്വീകരിച്ചു കഴിയുമ്പോൾ നാം പുത്രന് അധിഷ്ഠിതമായ അതേ സ്വാതന്ത്ര്യവും പിതാവുമായുള്ള ഗാഢബന്ധവും നമ്മളിലും രൂപപ്പെടുക തന്നെ ചെയ്യും. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുകൂടി അവിടുത്തെ സ്നേഹത്താൽ അങ്ങെനിക്ക് മഹത്വം നൽകി. അങ്ങെനിക്ക് നൽകിയവരും അത് കാണുവാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടി അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അഥവാ ക്രിസ്തു എത്തിച്ചേരുന്നിടത്ത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സകലരും എത്തിച്ചേരണമെന്ന് പുത്രൻ അഭിലഷിക്കുന്നു. വലിയ ആത്മീയ കൃപയുടെ ബലം നമുക്ക് തിരുവചനത്തിലൂടെ ലഭ്യമാവുകയാണ്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരുന്ന ഇടത്തേക്ക് നമ്മെയും അവിടുന്ന് ആനയിക്കുകയാണ്. നീതിമാനായ പിതാവേ, ലോകം അങ്ങേ അറിഞ്ഞിട്ടില്ല, എന്നാൽ ഞാൻ അങ്ങേ അറിയുന്നു. എന്നെ അവിടുന്ന് അയച്ചുവെന്ന് ഇവരും അറിയുന്നു. ഈ അറിവാണ് നമുക്ക് ആത്മീയ ജീവിതത്തിന്റെ പൂർണ്ണത നൽകുന്നത്. പിതാവിന്റെ സ്നേഹവും മഹത്വവും പുത്രൻ അനുഭവിച്ചറിയുകയും ആ പുത്രന്റെ അനുഭവം ശിക്ഷഗണത്തിന് പങ്കുവയ്ച്ച് നൽകുകയും ചെയ്തു. അവർ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അത് ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ആ പൂർണ്ണതയിൽ നിലനിൽക്കുവാനും ക്രിസ്തുവിന്റെ വലിയ സ്നേഹ സ്വാതന്ത്ര്യത്തിലേക്ക് ശിഷ്യന്മാർ വിളിക്കപ്പെടുകയും ചെയ്യുന്നു. നാം ക്രിസ്തു ശിഷ്യരെങ്കിൽ നമുക്കും ഇതേ ആത്മീയതയുടെ പൂർണ്ണത സ്വന്തമാക്കുവാനും
പിതാവിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ക്രിസ്തുവിനോടൊപ്പം നിലനിൽക്കുവാനും സാധ്യമാകും. ഇത് വലിയ ആത്മീയ കൃപയുടെ പൂർണ്ണതയാണ്. നമുക്ക് കുറച്ചുകൂടി സ്നേഹത്തോടെ ക്രിസ്തുവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്താം. അങ്ങനെ ക്രിസ്തു അനുഭവിക്കുന്ന അതേ പുത്രസ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും യോഗ്യരായി തീരുമാറാകട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമായ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ